ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമ്മളെ കാശ്മീരിലെ 4ാമത്തെ ദിവസം കേട്ടോ. പിന്നെ കാശ്മീരല്ല കേട്ടോ, മണാലിയാണ്. ഞങ്ങൾ കാശ്മീർക്കായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പകുതി വെച്ചങ്ങാണ്ട് നമ്മുടെ പ്ലാൻ ഒന്ന് മാറ്റേണ്ടി വന്നു കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കൊയിപ്പാക്കൂവിന് സ്കൂൾ ട്രിപ്പൊക്കെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ അപ്പോൾ തിരിച്ചു വരാനും വഴുകാൻ ചാൻസ് ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ മണാലിയിലോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ബസ്സൊക്കെ ലാൻഡ് ചെയ്ത് നമ്മുടെ കാർത്ത ചേട്ടൻ വന്നുകൊണ്ട് നമ്മളെ പിക്കപ്പ് ചെയ്ത് നമ്മളെ റൂമിൽ കൊടുന്നാക്കി കേട്ടോ. അപ്പോൾ പുറത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് ആൾ വന്നേക്കാൻ തന്നെ ഹീറ്ററിൻ്റെ മുമ്പിൽ കുറച്ച് നേരം നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ 1 മണിക്ക് വന്നിട്ട് ഞങ്ങളെ പിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 8 മണിക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. പിന്നെ പൊതുപ്പ് കുറച്ച് നേരം ചൂടായി കണ്ട് അതിൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ നേരം കിടന്നു കേട്ടോ. അങ്ങനെ 1 മണിക്ക് ആവാൻ നേരത്തേക്ക് നമ്മൾ നീച്ച് റെഡിയായി. നല്ല തണുപ്പാണ് പുറത്ത്, അതുകൊണ്ട് നമ്മൾ നല്ലോണം അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് പോയത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇനി നമ്മൾ ഒരു കോട്ടും കൂടി ഇടുന്നുണ്ട്. ഇതൊന്നും ഇട്ട് കാരണം നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. പിന്നെ നമ്മൾ അതിക്കൊരു കോട്ടും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ആൾ പോണതിൻ്റെ മുമ്പ് എല്ലായിടമൊക്കെ ഒന്ന് ചൂടിച്ചാൽ വേണ്ടി കണ്ട് ഹീറ്ററിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. പിന്നെ നമ്മളെ റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടോ അത്. ദൂരെ കാണുന്നത് മഞ്ഞുമലയാണ്. എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടോ. 1 മണിക്ക് എന്ന് പറഞ്ഞപ്പോൾ 1 മണിക്ക് തന്നെ നമ്മുടെ കാർ ഡ്രൈവർ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾ നല്ല ഉഷാറായിരുന്നു, നല്ല സംസാരമൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് അറിയുന്ന ഹിന്ദിയിലൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങോട്ടും സംസാരിച്ച്, മൂപ്പർക്ക് അറിയുന്ന ഇംഗ്ലീഷ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നല്ല ആളായിരുന്നു. മൂപ്പരെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആൾ അവിടെ എവിടെയായിട്ടാണ് ആളുടെ വീട് എന്നൊക്കെ പറഞ്ഞ് 1 ദിവസം കൊണ്ട് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടോ. ഇത് നമ്മളെ വിൻ്ററിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് മരങ്ങളൊക്കെ തയ്യാറായി നെല്ലിൻ്റെ സൂചന കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ലോക്കൽ സൈറ്റ് സീനാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോയത് ഹിഡിംബ ടെമ്പിളാണ്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നല്ല തിരക്കിയായിരുന്നു. അങ്ങനെ അവിടെ കുറേ മൃഗങ്ങളെ കണ്ടു. പക്ഷേ എല്ലാവരും നല്ല കമ്പിളിപ്പോപ്പ് വെച്ചിട്ട് അവിടെ നടക്കുന്നത്. ആർക്കും തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ, പടച്ചവൻ്റെ ഓരോ കഴിവുകളാണ്. അങ്ങനെ നമ്മളിതാ ഹിഡിംബ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു പോത്തിനെ കണ്ടിട്ടോ. മൂപ്പരടക്കം കമ്പിളിപ്പോപ്പ് വെച്ചിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. മുകൾക്ക് കയറാനൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ, നല്ല ഫോഗായിട്ടായിരുന്നു അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ. പൈൻ മരങ്ങളാണ് അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ടെമ്പിളിൻ്റെ ഐതിഹ്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് വല്ലാതെ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ എത്താൻ നേരത്താണ് കേട്ടോ അവിടെ കുറേ ചേച്ചിമാർ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് വെയർ ചെയ്ത് കൊടുക്കണത്. അങ്ങനെ ഞങ്ങളും പോയിങ്ങാണ്ട് ഒരു 2 കപ്പിൾ ഡ്രസ്സൊക്കെ എടുത്തങ്ങാണ്ട് ഞങ്ങളും വെയർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിട്ടപ്പോൾ ഞാനൊരു കാശ്മീരി ഗേളായ മാതിരിയൊക്കെ എനിക്ക് തോന്നി. എന്നാലും കിലിക്കൊക്കെയപ്പോൾ കിലിങ്ങണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തങ്ങാണ്ട് നമ്മൾ പോയതാണ് കേട്ടോ ആ ടെമ്പിൾ. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു ഏട്ട ഇരുന്നങ്ങാണ്ട് നന്നായിട്ട് ചിത്രം വരക്കണത് കണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും മൂപ്പര് വരച്ചു തരും കേട്ടോ. അതൊക്കെ ഓരോ കഴിവല്ലേ അല്ലേ. അങ്ങനെ താങ്കൾ തിരിച്ചു പോകുന്നു. ഞാനവിടെ കുറേ ചേച്ചിമാരടുത്തൊക്കെ കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തൊക്കെ സംസാരിച്ച് നമ്മൾ തിരിച്ചു പോകുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലബ് ഹൗസാണ് കേട്ടോ. അവിടെയും പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ കാണാനൊന്നും എനിക്ക് തോന്നിയില്ല. ഇതൊക്കെ ഒരു കൈ ഉണ്ടാക്കിയതാന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവിടെ ഉള്ള മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു റിവറാണ് കേട്ടോ. റിവർ ക്രോസിംഗ് ആയിട്ട് ബന്ധപ്പെട്ടങ്ങാണ്ട് കുറേ ഗെയിംസുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിലൊന്നും പോയില്ല. അത് ചാടിയിട്ടുണ്ടെങ്കിൽ തണുത്ത് മരവിക്കും, അതുകൊണ്ട് നമ്മൾ അതിക്കൊന്നും പോയില്ല. പിന്നെ നമ്മളവിടെ അടുത്തുണ്ടായിരുന്നു ഒരു മോമോസിൻ്റെ ഷോപ്പ് കയറിയിട്ട് നമ്മൾ ഒരു പ്ലേറ്റ് മോമോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റിവറിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നങ്ങാണ്ട് മോമോസിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ജീവിക്കണവരെ സമ്മതിക്കണം കേട്ടോ. കാരണം നമ്മുടെ കൈ എന്തെങ്കിലും ഒന്ന് ആ ഒരു ഗ്ലൗസിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് തണുത്ത് മരവിക്കും, അത്രത്തോളമായിരുന്നു. അപ്പോൾ ഇവിടെ ജീവിക്കണ അവസ്ഥ എന്താ ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചിട്ടോ. അങ്ങനെ നമ്മുടെ മോമോസ് വന്നിട്ടുണ്ട്. 8 പീസായിരുന്നു കേട്ടോ നമ്മുടെ മോമോസ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരച്ചിങ്ങാണ്ട് 2 4 പീസൊക്കെ ഒരച്ച് ഞങ്ങൾ കഴിക്കാൻ നിന്നിട്ടോ. അങ്ങനെ ആ റിവറൊക്കെ കണ്ട് ഞങ്ങൾ കഴിച്ചു. പക്ഷേ ഞാനാണ് കൂടുതൽ കഴിച്ചത്. പകുതി പിന്നെ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊയിപ്പാവ് കഴിച്ചില്ല, ഞാനാട്ടോ കഴിച്ചത്. പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നു കേട്ടോ. ഇതിൻ്റെ പേരെന്താ പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെയും പ്രത്യേകിച്ച് കാണാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കുട്ടികൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാൽ തണുപ്പ്, ഫോഗ്, മഞ്ഞ് അതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കാണാൻ മാത്രമൊന്നും അവിടെ ഉണ്ടായില്ല. പിന്നെ നമ്മൾ വെറുതെ ഒന്ന് ചുറ്റി അതെല്ലായിടും ഒന്ന് കണ്ടു പോകുന്നു. കാരണം നമ്മൾ പോയതല്ല ഇന്നത്തത്, നമ്മളിത് അങ്ങനത്തെ ഒരു സൈറ്റ് സീനും കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടേക്കൊന്ന് പോയിങ്ങാണ്ട് എല്ലായിടമൊക്കെ ഒന്ന് കണ്ടു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പ് തന്നെയാണ് അവിടുത്തെ മെയിനായിട്ട്. പിന്നെ കുട്ടികളെ കഥ നല്ല ഓടിക്കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ അവിടുത്തെ ഒരു മാർക്കറ്റ് കണ്ടു പോയത്. ഇവിടെയും തന്നെ മെയിനായിട്ട് നമുക്ക് വാങ്ങാനുള്ള ഐറ്റംസുകളൊന്നും ഉണ്ടായില്ല. കൂടുതലായിട്ട് തണുപ്പിന് യൂസ് ചെയ്യുന്ന സ്വെറ്റർ,
ക്ലോത്തുകൾ അങ്ങനത്തെയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ അതേനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഈ ഒരു കാണുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കുറേ സമയം എല്ലാ മനുഷ്യന്മാരും നോക്കിയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല ബിസി ആയിരുന്നു ഫോട്ടോ എടുക്കണേക്കെ ആയിട്ട്. അപ്പോഴാട്ടോ ഇങ്ങനെ ഒരാൾ വന്നത്. പിന്നെ ആളപ്പം നിന്നുകൊണ്ടും കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ആ കഴിഞ്ഞാണ്ട് ഇതാ നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോരുകയാണ് കേട്ടോ. നമ്മുടെ ഡ്രൈവർ നമ്മളെ വന്നുകൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ട് നമ്മുടെ റൂം പോയി നമുക്ക് ഫുഡൊക്കെ കൊടുന്നു തന്നു കേട്ടോ. ചിക്കനും പിന്നെ റൈസും ആയിരുന്നു കേട്ടോ നമ്മുടെ ഫുഡ്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ മണാലി കാഴ്ച ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം നാളത്തെ വേറെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്